നെല്ല് സംഭരണം വൈകുന്നതിനെതിരെ വയനാട് കണിയാമ്പറ്റയിൽ കർഷകരുടെ പ്രതിഷേധം. കർഷകർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നെൽച്ചാക്കുകൾ നിരത്തി റോഡ് ഉപരോധിക്കുന്നു. സുർജിത് അയ്യപ്പത്താണ് ചേരുന്നത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, ഈ നെല്ല് കൃത്യസമയത്ത് സംഭരിച്ചില്ലെങ്കിൽ അത് കർഷകർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകും. നമുക്കറിയാം, വയനാട്ടിലെ ജനങ്ങൾ അല്ലാതെ തന്നെ 100,000 പ്രശ്നങ്ങളിൽ വലഞ്ഞിരിക്കുമ്പോഴാണ് ഇങ്ങനെ. ഈ പ്രതിഷേധം ഇപ്പോഴെങ്ങനെയാണ്? സ്മിത, കൃഷിഭവന് മുമ്പിലാണ് സമരം നടക്കുന്നത്. പഞ്ചായത്ത് ഓഫീസും കൃഷിഭവനും അടുത്തടുത്ത് തന്നെയാണ്. കൃഷിഭവന് മുന്നിലാണ് ഇവരുടെ സമരം. ഇന്നലെയാണ് സംഭരണ തീയതി അവസാനിക്കുന്നത്. സ്വാഭാവികമായും ഇത് സംഭരിക്കപ്പെടാതെ പോകുന്നൊരവസ്ഥയുണ്ട്. കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ. ആ അവസ്ഥയിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം. ഒരു ട്രാക്ടർ റാലിയോട് കൂടിയാണ് ഇവിടേക്ക് കർഷകർ എത്തിയത്. അതായത് 3 പഞ്ചായത്തുകളിലെ കർഷകരാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ കണിയാമ്പറ്റ, പനമരം, ഒപ്പം തന്നെ ഈ തൊട്ടപ്പുറത്തുള്ള അത്തരത്തിലുള്ള പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തിയത്. അവരുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് നിങ്ങൾക്ക് എത്തേണ്ടി വന്നത്? ഇത് ഞങ്ങൾ നെല്ല് കൊയ്ത് വെച്ചിട്ട് തന്നെ ശരിക്കും ഒരു മാസത്തോളമുള്ള നെല്ലുകൾ സംഭരിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ കൊയ്യാൻ കിടക്കുന്ന ഒരു 20% നെല്ല് കൂടുതലുണ്ട്. ഇത് സപ്ലൈകോയും ഈ മില്ലുടമകളും തമ്മിൽ വന്നിട്ട് നെല്ല് വന്ന് പരിശോധിക്കുകയും ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിൽ ഒരു പ്രാവശ്യം വന്നിട്ട് പറയും 10 കിലോ കട്ടിംഗ് ആക്കും, 1 കിലോയ്ക്ക് 10 കിലോ കട്ടിംഗ് ആക്കുമെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് തിരിച്ചു പോകും. അത് കഴിഞ്ഞാൽ പറയും വെള്ള നെല്ലാണെന്ന്. വിവിധ പരാതികൾ അവർ പറഞ്ഞുകൊണ്ട് നമ്മുടെ നെല്ല് സംഭരിക്കാതെ നെല്ല് കൊയ്ത് വെച്ച് ഉണക്കി ചാക്കാക്കി വെച്ച നെല്ല് തന്നെ ഒരു മാസത്തിൽ കൂടുതൽ നെല്ല് കിടക്കുന്നുണ്ട്. അതിനുശേഷം 25% നെല്ലുകൾ കട്ടാക്കാൻ ബാക്കിയുണ്ട്. അതിന് നമുക്ക് ഈ മഴയും കാലാവസ്ഥയായതുകൊണ്ട് ഞാൻ 8 ഏക്കറയാണ് പുഞ്ചകൃഷി എടുക്കുന്നത്. എൻ്റെ 8 ഏക്കർ ഞാൻ 6 ദിവസം കൊണ്ടാണ് കൊയ്ത് തീർത്തത്. കാരണം ഒരു അരമണിക്കൂർ മഴയില്ലാതെ കിട്ടുകയും വീണ്ടും മഴ പെയ്യുകയും ഇങ്ങനെ വെച്ച് 2 വണ്ടി വെച്ചിട്ടാണ് 8 ഏക്കർ ഞാൻ 6 ദിവസം കൊണ്ട് കൊയ്ത് തീർത്തത്. അപ്പോൾ അതിൻ്റെ വിഷമവും കാര്യങ്ങൾ അറിഞ്ഞറിയാം. ഈ 8 ദിവസത്തെ ഈ ബുദ്ധിമുട്ടാണ് ഇനി വരുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എനിക്ക് ഒരാൾക്ക് മാത്രമല്ല, എല്ലാവരും ഇപ്പോഴും വണ്ടി പോലും കിട്ടാതിരിക്കുക. കാരണം കൊയ്ത്ത് കഴിയണമെങ്കിൽ മഴ മാറണം. മഴ മാറുന്നില്ല, കാലാവസ്ഥേൻ്റെ വ്യതിയാനം. ജനങ്ങളോ കൃഷിക്കാരോ ഒന്നും ചെയ്തല്ല. ഈ കർഷകരുടെ ഈ പ്രശ്നങ്ങളെ ഈ സമയത്തെങ്കിലും കൃഷിഭവനും അതുപോലുള്ള കൃഷി വകുപ്പ് ഇവരും സഹായിച്ചില്ലെങ്കിൽ ഏത് സമയത്താണ് സഹായിക്കുക? ഇപ്പോൾ കൃഷിക്കാരൻ കരയുന്നൊരു സമയമാണ്. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ച നിലവിൽ പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ കൃഷിഭവൻ അധികാരികളും PMO അടക്കമുള്ള ആളുകൾ തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഉന്നയിക്കുന്ന ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ റൂള് പ്രകാരമുള്ള കട്ടിങ് എന്ന് പറയുന്നത് 3%. അത് അവർ ഇന്നലെ, അതായത് ഇന്ന് 30-ാം തീയതി ലാസ്റ്റ് ഡേറ്റ്, കട്ട് ഓഫ് ഡേറ്റ് വെച്ചതാണ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രി നമ്മൾ ഈ സമരം പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നമ്മളെ വിളിക്കുകയും അത് 10% കട്ടിങ്ങിൽ ഇത് അവർ കൊണ്ടുപോകുക എന്ന് പറയുകയും ചെയ്തു. എന്തടിസ്ഥാനത്തിലാണ് ഈ 10% കട്ട് ചെയ്യുന്നതെന്നാണ് അറിയേണ്ടത്. കാരണം 1 കിലോ അരിക്ക് 49 രൂപ മുതൽ 60-70 രൂപ വരെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങുന്ന ആളുകൾ നമ്മൾ ഈ കർഷകന് നൽകുന്നത് എത്രയാണെന്ന് കൂടെ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ ഈ നെല്ല് ഉണ്ടാക്കി കൊയ്ത് അത് മതിച്ച് ഈ മാർക്കറ്റിലേക്ക് ഇവർക്ക് ബ്രാൻഡിങ്ങിന് മാത്രം കൊടുക്കുന്നത് ഈ സമയത്ത് ഇവർക്ക് ആകെ വരുന്നൊരു ചെലവെന്ന് പറയുന്നത് ബ്രാൻഡ് ചെയ്യാന്നുള്ള. ഈ ബ്രാൻഡിങ്ങിന് ഇവർ 10-30 രൂപ അധികം കർഷകർ നൽകുന്നതിനേക്കാൾ കൂടുതൽ പൈസ ലാഭം എടുത്തുകൊണ്ടാണ് ഇവർ വിൽക്കുന്നത്. നിലവിൽ കർഷകർക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല. കാരണം ഇതിന് നമുക്ക് കൃഷിക്ക് ആവശ്യമായി ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ടതുണ്ട്. ഇതിനൊന്നിനും തന്നെ സാധിക്കുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കണിയാമ്പറ്റ പഞ്ചായത്തിലെയും ഈ വയനാട് ജില്ലയിലെയും മുഴുവൻ നെല്ലുകളും സംഭരിച്ചുകൊണ്ട് കൃഷിഭവൻ അധികാരികളും ഓഫീസർമാരും എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും കർഷകർ ഇക്കാര്യം ആവശ്യമാണ് ഉന്നയിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രൂപപ്പെട്ടത്. നെല്ല് എത്രയും വേഗം സംഭരിക്കണമെന്നുള്ള ആവശ്യമാണ് ഉയർത്തുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി എടുക്കണം, കൃഷിവകുപ്പ് എടുക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിൽ തീരുമാനമാകും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. സ്മിത. സുർജിത് അയ്യപ്പത്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വയനാട്ടിലെ 3 പഞ്ചായത്തുകളിലെ കർഷകരാണ് ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നെൽച്ചാക്കുകൾ നിരത്തി റോഡ് ഉപരോധിക്കുന്നത്. മഴ ചതിക്കുന്നു, അതോടൊപ്പം തന്നെ ഇങ്ങനെ അധികൃതരും നമ്മളെ ചതിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അവരവരുടെ പരാതികൾ ഇപ്പോൾ പ്രേക്ഷകർ കേൾക്കെ തന്നെ പറയുകയായിരുന്നു.